ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് വീഡിയോ നമ്പർ 2 കെലെ ബോംബ് കെലയിലെ വീഡിയോ നമ്പർ 2 ആണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് ഇട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തോളം യൂസ് ചെയ്ത പെൻബോട്ട് വയർലെസ് എയർപോഡ് വിത്ത് സ്പീക്കറാണ്. ഞങ്ങൾ ബോംബ് കണ്ടന്റ് ഇറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഫസ്റ്റ് റിവ്യൂ പ്രൊഡക്റ്റാണ്. പെൻബോട്ടാണ്, ബോംബാണ്, സ്പീക്കർ ബോംബാണ്. യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതിനൊന്നും മാത്രം റിവ്യൂ ചെയ്യുന്ന ഒരു സാധനമാണ്. പക്കാ സാധനമാണ്. ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു മാസത്തോളം യൂസ് ചെയ്തിട്ടാണ് എക്സ്പീരിയൻസ് പറയുന്നത്. ഒരു മാസത്തോളം പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു മാസത്തോളം അടുപ്പിച്ച് യൂസ് ചെയ്തിട്ടുന്നില്ല. പിന്നെ ഇത് അടച്ച് അതേപോലെ തന്നെ വെക്കുക ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അൺബോക്സിങ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാം ഗൈസ്. അപ്പം ഇതാണ് പെൻബോട്ട് കണ്ടു. ഓക്കെ, ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ 400 mAh ബാറ്ററിയും 3.5 hours മ്യൂസിക് ടൈമാണ്. 3.5 മണിക്കൂർ പാട്ട് കേൾക്കാന്നൊക്കെ പറയുന്നത്. ഞാൻ അത്രയൊന്നും കേട്ടിട്ടില്ല, അത് കുറച്ച് സമയം കേട്ടിട്ടുള്ളൂ. മൈക്കുണ്ട്, ഓട്ടോ കണക്റ്റഡ് ആണ്. ഓട്ടോ കണക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം എയർപോഡ്സ് ഒക്കെ ഓട്ടോ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ്, ഈ സ്പീക്കർ പ്ലസ് ഇയർബഡ്സ് ആണ്. അപ്പോൾ രണ്ടും സാധാരണ നമ്മൾ ഒന്നെങ്കിൽ ഇയർബഡ്സ് അല്ലെങ്കിൽ സ്പീക്കർ വേറെയാണ്. പക്ഷേ ഇത് രണ്ടും സെയിം ആണ് വരുന്നത്. അതിൽ അടിപൊളിയാണ് സംഭവം. ബോംബ് സാധനമാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് ഇപ്പോൾ 4K rupees, 4000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 4000 രൂപ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു റേറ്റാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു ഇയർപോഡ്സ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഇയർപോഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല സാധനമാണ്. നമ്മളെ വൺ പ്ലസിൻ്റെ ഒക്കെ ഇയർബഡ്സും 4000 സംതിങ് ഉണ്ട്, ആ റേഞ്ച് വരുന്നത്. 4000-ൻ്റെ ഒക്കെ അടിപൊളി സ്പീക്കേഴ്സാണ്. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന സ്പീക്കേഴ്സാണ്. ഇത് കണ്ടന്റ് സാധനമാണ്. ഇതിൻ്റെ സ്പീക്കേഴ്സ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഭയങ്കര ഇതിനോട് അട്രാക്ഷൻ തോന്നി ഇത് എടുക്കേണ്ടി വന്നത്. ഐഗിയറിൻ്റെയാണ് പക്ക. ഐഗിയറിൻ്റെ വേറെ സാധനങ്ങൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ക സാധനമാണ് ഗൈസ്. ഇതിൻ്റെ 1 വർഷത്തിൻ്റെ വാറണ്ടി. നമുക്ക് വാറണ്ടി എന്ന് പറയുമ്പോൾ വാറണ്ടീനെ കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും കുറച്ച് കഴിഞ്ഞ് കേടായി കൊണ്ട് കടയിൽ കൊടുക്കും. ഇത് വാറണ്ടി എന്നൊന്നും പറഞ്ഞ് കേട്ടിട്ടും കൂടില്ല. ഇനി ഇതിപ്പോൾ ഓപ്പൺ ആയി കാണിച്ചത് ഗൈസ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന സ്പീക്കറാണ്. ഒരു ഐഗിയറിൻ്റെ തന്നെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഇതിൽ വേസ്റ്റ് ഓഫ് യൂസസ്, ഇത് ആരും യൂസ് ചെയ്യാത്ത ഒരു മാനുവൽ. ഇതെന്തിനാണ് ഇത്? പിന്നെ അറിയാത്ത ആൾക്കാർക്ക് പിന്നെ നമുക്കെല്ലാം അറിയുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇത് ചാർജിങ്ങിൻ്റെ ഇതാണ്. ഇത് സി ടൈപ്പ് അല്ല സാധനം, സി ടൈപ്പ് അല്ല ഗൈസ്. അപ്പോൾ സി ടൈപ്പ് അല്ല. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് നമ്മളെല്ലാം ഞാൻ കണ്ടിട്ടുള്ള ഒരുവിധം ഇതിന്, കാരണം നമ്മൾ ഒരു അത്യാവശ്യം ബഡ്ജറ്റുള്ള ഇയർപോഡ്സിനൊക്കെയാണ് ഈ എക്സ്ട്രാ ഇത് വരുന്നത്. പക്ഷെ അത്യാവശ്യം ഒരു 2Kൻ്റെ മുകളിലേക്കുള്ള പ്രൊഡക്ട്സിനാണ് ഇത് എക്സ്ട്രാ റബ്ബേഴ്സ് വരുന്നത്. അതിൻ്റെ താഴത്തുള്ള ഒരൊറ്റ ഇതിനും അവർ റബ്ബേഴ്സ് എക്സ്ട്രാ കൊടുക്കില്ല. കാരണം നമുക്കിപ്പോൾ മേടിക്കുന്ന ഇതിനനുസരിച്ചിരിക്കുമല്ലോ. ഇപ്പം മേടിച്ച സാധനം ഇൻബിൽഡ് റബ്ബർ ചെറുതാണെങ്കിൽ അത് മാറ്റിയിടണമെങ്കിൽ വേറെ പോയി മേടിക്കേണ്ടി വരും. ഇത് എക്സ്ട്രാ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ റബ്ബേഴ്സ് തരുന്നുണ്ട്. അതിലും ഹാപ്പിയാണ്. ദി വൺ ആൻഡ് ഓൺലി ഇയർബഡ് ട്വിൻ ഗിയറിൻ്റെ ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. ബെസ്റ്റ് പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റാണ് ഈ ട്വിൻ ഗിയറിൻ്റെ ഈ സാധനം ഇയർബഡ്. ഭയങ്കര ലൈറ്റ്. ഈ ഇയർബഡ്സിന് മാത്രം ലൈറ്റ് ആയിട്ട്, പിന്നെ ഈ ഇയർബഡ്സിന് പ്രത്യേകിച്ച് വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് വെയിറ്റുള്ള സാധനത്തിൽ ചെവിയിൽ വെക്കാൻ പറ്റില്ല. നല്ല ലൈറ്റ് വെയിറ്റ് സാധനമാണ്. പാട്ടൊക്കെ പക്ക സാധനമാണ്. സ്പീക്കറും ആയാലും പാട്ട് പക്ക സാധനമാണ്. പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൂം വയ്ക്കാൻ. പാട്ടൊക്കെ സൂം എന്ന് പറയുമ്പോൾ ഇത് ഫോക്കസ് ഇടയ്ക്കിടയ്ക്ക് അല്ല ഇടയ്ക്കിടയ്ക്ക്. ഇതിൻ്റെ സ്പീക്കേഴ്സൊക്കെ പക്കയാണ്. വളരെ ലൈറ്റായിട്ടാണ്
സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നെങ്കിലും ഇത് നമുക്ക് ഇതന്നെ ധാരാളമാണ്. നമ്മൾ എവിടെ പോകുന്നവരും അടിപൊളി സാധനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർബഡാണത്. ഇതിൻ്റെ സ്പീക്കർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് സ്പീക്കർ വരുന്നത്. ഇതിൻ്റെ ചാർജിങ് പറയുന്നത് നമ്മൾ ഇത് ഇയർബഡ്സ് ഇതിനകത്തേക്ക് ഇടുക. ഇയർബഡ്സ് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ചാർജിങ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ പോർട്ട് ഉണ്ടോ, ഈ പോർട്ടിനകത്ത് ഇത് ചാർജിങ്ങിന് വെച്ചാൽ മതി. 1.5 മണിക്കൂറോളം ചാർജിന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പക്കായിട്ട് 3.5 മണിക്കൂർ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാം. വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് പഠിക്കുന്ന എല്ലാം പ്രൊഡക്റ്റ് 3.5 മണിക്കൂർ വരെ കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 3 മണിക്കൂർ ആവാനുള്ള ഒരിതുണ്ട്. കാരണം എല്ലാ പ്രൊഡക്ട്സിനും അങ്ങനെ വരുന്നതാണ്. പക്ഷെ എന്നാലും പ്രശ്നമില്ല. കുറേ കാലത്തേക്ക് 3.5 മണിക്കൂർ തന്നെ യൂസ് ചെയ്യാം. പക്ക സാധനമാണ്. അപ്പോൾ നമ്മളാദ്യം ബ്ലൂടൂത്ത് എടുക്കുക, ബ്ലൂടൂത്ത് ഓൺ ആക്കുക. അപ്പോൾ നമ്മുടെ കുട്ട അവിടെ വന്നിട്ടുണ്ടാവും, അമർത്തുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഓക്കെ കൊടുക്കുക. അപ്പോൾ 100% ബാറ്ററി ഉണ്ട്. ഇങ്ങനെ കുത്തിയിട്ട് നിങ്ങൾ എന്താ പാട്ടിടുകയാണെങ്കിൽ സ്പീക്കർ ആയിരിക്കും. ഇത് എടുത്തിട്ട് നിങ്ങൾ ചെവിയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ഇയർഫോൺ വരെ കേൾക്കും. ഓക്കെ 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 അപ്പം ഇതിപ്പോൾ ഗൈസ് കണക്റ്ററാണ്. പറഞ്ഞെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് തന്നെ കണക്റ്റ് ആക്കുകയാണെങ്കിൽ സ്പീക്കറാണ് വർക്ക് ആവുക. സ്പീക്കറുടെ ഓക്കെ സ്പീക്കറാണ് വർക്ക് ആവുക. മറ്റേത് ഇയർപോഡ്സ് എടുത്തിട്ടാണെങ്കിൽ എടുത്ത് ഈ അപ്പം ഓക്കെ പാടണം എടുത്തിട്ട് ഇതൊന്നും എടുക്ക്. ഇനി ഞാൻ പാട്ടിട്ടരാ ഐസ്. ഇപ്പം ഇതെടുത്ത് പാട്ടെനിക്ക് ഐസ്. പാട്ട് അവിടെ റോളിംഗ് ആണ്. ഇത് കണ്ടോ, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സ്പീക്കറിൽ ഇയർബഡ്സിലാണ് കേട്ടുക. കിട്ടുക ഇയർബഡ്സിലാണ് കേൾക്കുക. Can I follow you back to your room, watching you bloom in the light of the moon? Can I follow you back to your arms, wash it all off in the river of your heart? There's a million different songs that I learned to sing, watching you bloom in the light of the moon. അടിപൊളിയാണ്. ഇതിന് 4000 റുപ്യ ഉള്ളൂ. പിന്നെ അടിപൊളി സംഭവമാണ്. 2000 ഇതിനും 2000 ഇതിനായിരിക്കും, അറിയില്ല. അടിപൊളി സംഭവമാണ്. നിങ്ങൾ എന്തായാലും മേടിച്ച് ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. ഐസ് ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നത് എല്ലാവരും സ്വന്തം പറയാൻ പറഞ്ഞപ്പോൾ സ്വന്തം പറഞ്ഞതാണ്. എൻ്റെ ഇവൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്, ഏറ്റവും കൂടുതൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് ഇവനാണ്. ഇവൻ പറഞ്ഞോ. ഇത് അടിപൊളിയാണ്. പിന്നെ പാട്ട് കേൾക്കാനൊക്കെ നല്ലതാണ്. 3 മണിക്കൂറൊന്നും യൂസ് ചെയ്യലൊന്നുമില്ല. വെറുതെ ബോറായിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നല്ലാണ്ട് അടിപൊളിയാണ് സംഭവം. നിങ്ങളത് മേടിച്ചു നോക്കണേ, മേടിച്ചോ. ഇതിന്റെ പേരാണ് ഐഗർ പിൻബോർഡ്. ഇതാണ് 2.0. അതെ, അതാണ്. സോ ഗൈസ്, ഇന്ന് ഫസ്റ്റ് റിവ്യൂ വീഡിയോ, ഞങ്ങളുടെ ചാനലിലെ സെക്കൻഡ് വീഡിയോ അടിപൊളിയാക്കി ബോംബ് കണ്ടന്റ് ആക്കി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരു മാസം മേടിച്ചിട്ട് 1 മാസമെങ്കിലും ആയിട്ടുണ്ടെങ്കിലും യൂസ് ചെയ്തതാകെ എത്ര 1-2-3 ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ പ്രൊഡക്റ്റ് അടിപൊളി സാധനമാണ്. ഇതുവരെയായിട്ടൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. കംപ്ലൈന്റ് പറയായിരുന്നു. ഒന്നും വന്നില്ല. അടിപൊളി സംഭവമാണ്. കംപ്ലൈന്റ് ഇതുവരെ 1 മാസത്തിനുള്ളിൽ വന്നില്ല. ചിലപ്പോൾ 2 മാസം ആകുമ്പോൾ വരും. പറയാൻ പറ്റില്ല. നമ്മൾ കംപ്ലൈന്റ് വന്നാൽ അപ്പം കംപ്ലൈന്റ് പറയുന്നതാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ റിവ്യൂ ഞങ്ങളെ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ബോംബാക്കുക, കണ്ടന്റ് ആക്കുക. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. അതെ, ബോംബാക്കുക, സബ്സ്ക്രൈബ്, ബോംബാക്കി കണ്ടന്റ് ആക്കി വൈബാക്കുക. സോ ഗൈസ്, അത്രേ ഉള്ളൂ. ബൈ. 1 3 ബൈ. നമസ്തേ.